ഇന്ന് ചീരത്തോരനാണ്. ചീരത്തോരനായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു. അതിനുണ്ട് അരയ്ക്കാനായിട്ട് തേങ്ങയും ശകലം മഞ്ഞൾപ്പൊടി ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചേക്കുന്നു. പിന്നെ മോരുകറി ഉണ്ടാക്കാൻ നോക്കാം. മോരുകറിക്ക് അതായത് ഞാനെല്ലാം ആക്കി വെച്ചേക്കുക. ശകലം ഏത്തക്കായിട്ടാണ് ഞാൻ മോരുകറി ഉണ്ടാക്കുന്നത്. അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി ജീരകവും കൂടി ഇട്ട് എടുത്ത് വെച്ചേക്കുക. അതിനെല്ലാം കലക്ക് റെഡിയാക്കി കഴിഞ്ഞ് കടുക് വറുത്താൽ മതി. പാവയ്ക്ക മെഴുക്കോട്ടിയാണ് അങ്ങനെ അടുപ്പയിലാണ് ഞാൻ വെച്ചത് കേട്ടോ. പാവയ്ക്ക അടുപ്പയിട്ട് ഞാൻ ഈ അതാണെങ്കിൽ ഒന്ന് ഇളക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പാവയ്ക്കായും ഒരു കൊച്ചു സവോളയും ശകലം തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഞാൻ അടുപ്പയിലോട്ട് വെച്ചു. നമുക്ക് ശകലം ഉപ്പിടാം ഇതിനകത്ത്. നമുക്കിടയ്ക്ക് പാവയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. മൂത്തില്ല, ശകലം സമയം പിടിക്കും മൂക്കണമെങ്കിൽ. ശകലം വെളിച്ചെണ്ണ ഒഴിക്കാൻ നമുക്ക് മോരുകറിക്ക് കടുക് വറുക്കാണ് കേട്ടോ. നമുക്ക് ശകലം ഉലുവ ഇടാം മോരുകറിക്ക്. ശകലം കടുകും കൂടി ഇടാം. നമുക്ക് ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞത് ഇടാം. നമുക്കൊരു കരിയാപ്പില ഇടാമേ. ഒരു ശകലം മുളക് പൊടിയും കൂടെ. മോരുകറിക്കാണ് വേണ്ട. മോരുകറി റെഡിയായേ. ഓക്കെ, നല്ല മോരുകറി. ഇനി നമുക്ക് തോരനിടാം. ചീനച്ചട്ടിയിൽ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ തോരനിട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അതേത്. ഞാൻ കടുക് ഇടത്തില്ല കേട്ടോ ചീരത്തോരൻ വെക്കുമ്പോൾ. ഓക്കെ, ചീര വാരിയിടാമേ. ശകലം ഉപ്പിടാം കേട്ടോ. കുറച്ച് ഉപ്പ് മതി ചീരത്തോരന്. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇങ്ങനെ അരപ്പിട്ട് നമുക്ക് ഈ ചീര ഇട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. പാത്രം ഇട്ട് അടയ്ക്കണ്ട ചീരത്തോരന് കേട്ടോ. ഇങ്ങനെ ഒന്നെല്ലാം കൂടെ ഒന്ന് അമക്കി വെച്ചാൽ മതി. ഇത് വെന്തോളൂ. ചീരയ്ക്ക് വലിയ വേവില്ലാത്തതല്ലേ. നമ്മുടെ ചീരത്തോരൻ റെഡിയായേ. നമുക്കൊന്ന് ഇളക്കാറില്ല. വെന്തത് ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, നല്ല അടിപൊളി ചീരത്തോരൻ. നമ്മുടെ മോരുകറിയും ഒക്കെ തന്നെ ചീരത്തോരനും പാവയ്ക്ക മെഴുക്കോട്ടി എല്ലാം റെഡിയായി. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?